ജനങ്ങളിൽ സാധാരണയായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് മുടികൊഴിച്ചിൽ. ഇന്നിവിടെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് മുടികൊഴിച്ചിലിന്റെ കാരണങ്ങളും അതെങ്ങനെ തടയാം എന്നുള്ളതുമാണ്. ഞാൻ ഡോക്ടർ ഫെബിൻ തൻവീർ, കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ്, സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ, കോഴിക്കോട്. രണ്ട് രീതിയിൽ മുടികൊഴിച്ചിൽ കാണാം. പെട്ടെന്നുള്ള കടുപ്പത്തിലുള്ള മുടികൊഴിച്ചിൽ, അല്ലെങ്കിൽ ക്രമേണയായിട്ട് വരുന്ന മുടികൊഴിച്ചിൽ. പെട്ടെന്നുള്ള മുടികൊഴിച്ചിലിന് കാരണങ്ങൾ പറയുകയാണെങ്കിൽ കടുത്ത പനി, സർജറിക്ക് ശേഷം അല്ലെങ്കിൽ പ്രസവത്തിന് ശേഷം, ഇത് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്ക് ശേഷം പെട്ടെന്നൊരു മുടികൊഴിച്ചിൽ കാണപ്പെടാറുണ്ട്. അതേപോലെ തന്നെ രക്തക്കുറവ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും പോഷകങ്ങളുടെ കുറവ്, ഹോർമോണിന്റെ തകരാറുകൾ, പ്രത്യേകിച്ച് തൈറോയ്ഡ് ഹോർമോണിന്റെ തകരാറുകൾ, മരുന്നുകളുടെ പാർശ്വഫലം, ഇതൊക്കെ കാരണം പെട്ടെന്നുള്ള നല്ല കടുപ്പത്തിലുള്ള മുടികൊഴിച്ചിൽ കാണപ്പെടാറുണ്ട്. ജനിതകമായി ക്രമേണയായി വരുന്ന മുടികൊഴിച്ചിലിനെയാണ് പാറ്റേൺഡ് ഹെയർ ലോസ് എന്ന് പറയും. പാറ്റേൺ ഹെയർ ലോസ് രണ്ട് രീതിയിലാണ് കാണപ്പെടുക. സ്ത്രീകളിൽ ഒരു തരത്തിലും പുരുഷന്മാരിൽ വേറൊരു തരത്തിലുമാണ് കാണുക. സ്ത്രീകളിൽ മുടിയുടെ കട്ടി കുറയുക, സെന്റർ പാർട്ട് അതായത് നടു എടുക്കുമ്പോൾ അതിനുള്ള വീതി കൂടുക, നെറ്റി കയറുക, ഇതൊക്കെയാണ് ലക്ഷണങ്ങളായിട്ട് വരാറ്. പുരുഷന്മാരിൽ പാറ്റേൺ ഹെയർ ലോസ് നമ്മൾ സാധാരണ പറയുന്ന കഷണ്ടി എന്ന് പറയുന്ന സാധനമാണ്. അതായത് രണ്ട് സൈഡിലും നെറ്റി കയറുക, മൂർധാവിന്റെ അവിടെ കട്ടി കുറയുക, ഇതൊക്കെയാണ് പുരുഷന്മാരിൽ കാണുന്ന ലക്ഷണം. ഇതിന് കാഠിന്യം കൂടുന്തോറും നെറ്റി കൂടുതൽ ബാക്കോട്ട് കയറുകയും മൂർധാവിന്റെ അവിടെയുള്ള കട്ടി അത് വളരെയധികം കുറഞ്ഞു വന്ന് മുൻഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് മുടി കൊഴിയുക എന്നാണ് ഉണ്ടാവാറ്. ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടത് സൈഡുകളിലുള്ള മുടിയും ബാക്കത്തെ മുടിയും ഈ കഷണ്ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ മെയിൽ പാറ്റേൺ ഹെയർ ലോസിൽ കൊഴിഞ്ഞു പോവാറില്ല. ചികിത്സ രീതികളെ കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ പെട്ടെന്നുള്ള കൊഴിച്ചിലിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് ചികിത്സിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈ പനിക്ക് ശേഷം അല്ലെങ്കിൽ പോഷകക്കുറവ് കാരണം ഉണ്ടാകുന്ന മുടികൊഴിച്ചിലിന് ഭക്ഷണ രീതിക്ക് ഒരുപാട് അതിൻ്റെ അകത്തൊരു ഇമ്പാക്ട് കൊണ്ടുവരാൻ പറ്റും. ഭക്ഷണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുടി എന്ന് പറയുന്നത് ബേസിക്കലി ഒരു പ്രോട്ടീനാണ്, കെരാറ്റിൻ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീനാണ്. അപ്പൊ ഭക്ഷണത്തിൽ പ്രോട്ടീന്റെ അളവ് കൂട്ടുന്നത് മുടികൊഴിച്ചിലിനെ തടുക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതായത് പാല്, മുട്ടയുടെ വെള്ള, കടല, ചെറുപയർ മുളപ്പിച്ച്, ഇതൊക്കെ ദിവസം ഇതിൽ ഏതെങ്കിലും ഓരോന്ന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. പിന്നെ ഉള്ളത് പല ലോഷൻസും അതേമാതിരി മരുന്നുകളും ലഭ്യമാണ് മുടികൊഴിച്ചിലിന്റെ ചികിത്സയ്ക്ക് വേണ്ടി. ഇതിന്റെ ചികിത്സ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ മരുന്നുകളുടെ ഇഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നാളെടുക്കും. അതായത് ഒരു മിനിമം ഒരു 6 to 8 വീക്സ് എടുക്കും. ഒരു 6 to 8 ആഴ്ച വരെ ഇതിൻ്റെ അകത്തൊരു ചികിത്സയിൽ ഒരു ഇഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് എടുക്കും. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയുടെ വളർച്ച എന്ന് പറയുന്നത് ഒരു 1/2 മില്ലിമീറ്ററിന്റെ താഴെയാണ് ഒരു ദിവസത്തിൽ വളരുന്നത്. അപ്പൊ നമുക്ക് കാണുന്ന രീതിയിൽ ഒരു ഇഫക്റ്റ് വരണമെങ്കിൽ കുറച്ച് നാൾ എന്തായാലും എടുക്കും. അത് കൃത്യമായി ചെയ്തു കഴിഞ്ഞാലേ നമുക്ക് അതിന്റെ ഇഫക്റ്റ് കാണാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ മുടികൊഴിച്ചിലുള്ള ലോഷൻസ് തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അത് തലയോട്ടിയിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്, അല്ലാതെ മുടിയിലേക്കല്ല. അത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് കൃത്യമായ രീതി ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. മരുന്നുകളുടെ ഒപ്പം തന്നെ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് PRP അഥവാ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറാപ്പി. ഇതിൽ ചെയ്യുന്നത് നമ്മളുടെ തന്നെ ബ്ലഡ് എടുത്തിട്ട്, പേഷ്യന്റിന്റെ തന്നെ ബ്ലഡ് എടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്ന ഘടകങ്ങൾ സെപ്പറേറ്റ് ചെയ്തിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് തലയിലുള്ള തൊലിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ പ്ലേറ്റ്ലെറ്റുകളിൽ പല ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള എലിമെന്റ്സ് ഇൻക്ലൂഡഡ് ആണ്, ഗ്രോത്ത് ഫാക്ടേഴ്സ്. അപ്പൊ അത് കോൺസെൻട്രേറ്റഡ് ആയിട്ട് തൊലിയിലേക്ക് എത്തുമ്പോൾ അത് മുടിയുടെ വളർച്ചനെ ഒരുപാട് സഹായിക്കും. ഇത് മരുന്നുകളിൽ ഇഫക്റ്റ് കിട്ടാത്തവർക്കോ അല്ലെങ്കിൽ ഒരു ലോങ് ടേം ആയിട്ട് മുടികൊഴിച്ചിൽ ഉണ്ടായ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലോങ് ടേം സൊല്യൂഷനാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. സ്ത്രീകളിലും പുരുഷന്മാരിലും രണ്ടുപേർക്കും ചെയ്യാമെങ്കിലും സാധാരണയായിട്ട് പുരുഷന്മാരിലാണ് ഇത് കൂടുതലും ചെയ്യപ്പെടാറുള്ളത്. മുടികൊഴിച്ചിലിന്, തലയിലുള്ള മുടിക്കുള്ള കൊഴിച്ചിലിന് മാത്രമല്ല, മീശ പൊഴിയുന്നതിനും അല്ലെങ്കിൽ താടി കുറവുള്ളതിനും ഒക്കെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പുരുഷന്മാരുള്ള കഷണ്ടിയിൽ ബാക്കിലത്തെ മുടി, തലയുടെ ബാക്ക് ഭാഗത്തുള്ള മുടിയും അതേപോലെ ചെവിയുടെ മേലുള്ള മുടിയും കൊഴിഞ്ഞു പോവാറില്ല. അതിനെ സേഫ് സോൺ എന്ന് പറയും. അതിൽ നിന്നുള്ള മുടിയിഴകൾ ഓരോന്നായിട്ട് പേന പോലത്തെ ഒരു പഞ്ച് ഉപയോഗിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കും. സെപ്പറേറ്റ് ചെയ്തിട്ട് മുൻവശത്ത് കഷണ്ടിയുള്ള ഭാഗത്ത് സ്ലിറ്റുകൾ ഉണ്ടാക്കി അത് അവിടെ വെക്കും. അപ്പൊ അതിന്റെ വേര് അവിടെ പിടിച്ചിട്ട് ബാക്കിലുള്ള മുടി വളരുന്ന പോലെ തന്നെ മുന്നിലും മുടി വളരാൻ തുടങ്ങും. ഇതാണ് ബേസിക്കലി ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. അതൊരു സിംഗിൾ ഡേ പ്രൊസീജിയർ ആണ്. രാവിലെ വന്നിട്ട് കുറച്ചൊരു 6 to 8 മണിക്കൂർ വരെ എടുക്കും. പക്ഷെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സിംഗിൾ ഡേ പ്രൊസീജിയർ ആണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ.
മുടികൊഴിച്ചിലിനെ കുറിച്ചും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ അതുപോലെ അത് ചികിത്സാ വിധികളെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഈ വീഡിയോന്റെ താഴെയുള്ള കമന്റ് ബോക്സിൽ ഇടുക. നന്ദി.